ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പായ്ക്കട്ടി കിട്ടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അതിനാവശ്യത്തിലുള്ള തേങ്ങ ചിരകിയത്, കുറച്ച് ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഞാൻ തേങ്ങയുടെ ഒന്നാം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടാം പാല്, ഇത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു 2 സ്പൂൺ പൊടി ഞാനൊന്ന് മാറ്റി വെക്കുവാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി എടുത്ത് വെച്ചിരുന്ന തേങ്ങ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. എൻ്റെ അടുത്താണെങ്കിൽ അരിപ്പൊടിയാണ് ഇത്രയേ ഉള്ളായിരുന്നു എടുക്കാൻ, അതുകൊണ്ടാണ് ഞാനിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊട്ടിച്ചോട് ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിലുള്ള വെള്ളം മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് ലൂസായി പോവും, പിന്നെ അത് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ. ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ. ഇത് അധികം ലൂസായി പോകരുത്, കാരണം കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാലിലിടുമ്പോഴേ ഇത് ചിലപ്പോൾ പൊട്ടിപ്പാനിടയുണ്ട്. അതെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാമേ. ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക, കാരണം വലിപ്പം കൂടിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളു വേവാതിരിക്കുവേ. ഇപ്പോൾ ഈ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെറിയ ബോൾസായിട്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇത് ഞാൻ രണ്ടാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനിടയുണ്ട്. ആദ്യം കുറച്ച് പൊടി ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഈ പൊടിയിലെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനിടയുണ്ട്. ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ഇതിലൊന്ന് കിടന്നൊന്ന് വേവിച്ചെടുക്കാമേ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബോൾസ് എല്ലാം പൊട്ടിപ്പോകാനിടയുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് വെന്തിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ബോൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനിടയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ. ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുക. നന്നായി ഇതൊന്ന് വെന്ത് വന്നിട്ട് മാത്രമേ ഇത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ബോൾസൊക്കെ പൊട്ടിപ്പോകാനിടയുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇത് വെച്ച്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവൂ. ഇതിൻ്റെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാകാവൂ. ഞാൻ ഇതിലേക്ക് ഇത് സെർവ് ചെയ്യുവാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്.
ഇത് പിൻപാലിൽ വേണേലും ഉണ്ടാക്കാം, പക്ഷെ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്ന് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ ബോൾസ് ഒന്നും പൊട്ടാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബോൾസ് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.